നമസ്കാരം. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. 4 യുവതികൾ ഇപ്പോൾ ശബരിമല സന്നിധാനത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവർ ഇപ്പോൾ നീലിമലയിൽ പോലീസ് സംരക്ഷണയിൽ നിർത്തിയിരിക്കുകയാണ്. അവരെ കുറിച്ചാണ് പറയുന്നത്. രേഷ്മ നിശാന്ത് എന്ന ഒരു യുവതിയാണ് ഇതിൽ പ്രധാനമായും ശബരിമലയിലേക്ക് പോകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. ഇവർ സുപ്രീം കോടതി വിധി പ്രകാരം ആദ്യമായി ശബരിമല കയറാൻ തയ്യാറായ ഒരു യുവതിയാണ് രേഷ്മ നിശാന്ത്. കണ്ണൂർ കോളേജിലെ അധ്യാപികയായ രേഷ്മ നിശാന്ത് താൻ 41 ദിവസത്തെ വ്രതമെടുത്ത് മല കയറാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. താൻ വർഷങ്ങളായി അയ്യപ്പ ഭക്തയാണെന്നാണ് ഇവർ അഭിപ്രായപ്പെട്ടിരുന്നത്. പോകാൻ കഴിയില്ല എന്ന ഉറപ്പോടെയാണെങ്കിലും വർഷങ്ങളായി മാലയിടാതെ മണ്ഡലവ്രതം അനുഷ്ഠിക്കുന്നുണ്ടെന്നും കോടതി വിധി അനുകൂലമായ സാഹചര്യത്തിൽ അയ്യപ്പനെ കാണാൻ പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെന്നുമായിരുന്നു രേഷ്മ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് മാലയിട്ടു നിൽക്കുന്ന ചിത്രങ്ങൾ സഹിതമാണ് രേഷ്മ നിശാന്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് തന്റെ പ്രഖ്യാപനം നടത്തിയത്. മുഴുവൻ ആചാരവിധികളോടും കൂടി തന്നെ മാലയിട്ട് 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ഭർത്തൃ സാമീപ്യത്തിൽ നിന്നും അകന്നുനിന്ന് അയ്യപ്പനെ ധ്യാനിച്ച് ഈശ്വര ചിന്തകൾ മാത്രം മനസ്സിൽ നിറച്ച് ഇരുമുടി കെട്ടു നിറച്ച് മല കയറണം എന്നായിരുന്നു രേഷ്മയുടെ ആഗ്രഹം എന്നാണ് അറിയിക്കുന്നത്. വിപ്ലവമായിട്ടല്ല, അയ്യപ്പനെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഇതിനു തയ്യാറാവുന്നത് എന്ന് പറയുന്ന രേഷ്മ, ഇന്ന് ഒരു വിശ്വാസി അതിന് തയ്യാറാവുക എന്നത് നാളെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് ശബരിമല കയറാനുള്ള ഊർജ്ജമാവുമെന്ന് തന്നെ കരുതുന്നു എന്നും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ രേഷ്മ എങ്ങനെ 41 ദിവസത്തെ വ്രതം എടുക്കുമെന്ന ചോദ്യങ്ങളും രേഷ്മയ്ക്ക് നേരെ ഉയർന്നിരുന്നു. ആർത്തവത്തെക്കുറിച്ചുള്ള ചോദ്യം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ വിയർപ്പ് പോലെ, മലമൂത്ര വിസർജ്യം പോലെ ശരീരത്തിന് ആവശ്യമില്ലാത്ത പുറംതള്ളൽ മാത്രമായി അതിനെ കാണുന്നത് കൊണ്ട് തന്നെ പൂർണ്ണ ശുദ്ധിയോടുകൂടി തന്നെ വ്രതം പൂർത്തിയാക്കാൻ തനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്നായിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചവർക്കുള്ള രേഷ്മയുടെ തക്കതായ മറുപടി. വിശ്വാസത്തിൽ ആൺപെൺ വേർതിരിവുകളിൽ ഇല്ലെന്നും തുല്യനീതിക്ക് വേണ്ടിയുള്ള ഈ യാത്രയിൽ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും പ്രഖ്യാപിക്കുന്ന രേഷ്മ, സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും എല്ലാവിധ സഹായവും പിന്തുണയും അഭ്യർത്ഥിക്കുന്നു എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൂരിലെ ഒരു കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപികയാണ് രേഷ്മ. ഭർത്താവ് നിശാന്ത് കോപ്പറേറ്റീവ് ബാങ്ക് ഉദ്യോഗസ്ഥനും CPM പാർട്ടി അംഗം കൂടിയാണ്. 2018 ഒക്ടോബറിലാണ് രേഷ്മ നിശാന്ത് ശബരിമലയിൽ പോകുമെന്ന് പറഞ്ഞ് ആദ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നത്. രേഷ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനു പുറകെ രേഷ്മയ്ക്ക് നേരെ നിരവധി ഭീഷണികളും ഉണ്ടായിരുന്നു. നിരവധി പോസ്റ്റുകൾ ഇതേ തുടർന്നും ഫേസ്ബുക്കിൽ രേഷ്മ പോസ്റ്റ് ചെയ്തിരുന്നു. വിശ്വാസികളായ ആരെങ്കിലും ശബരിമലയിൽ എത്താൻ ശ്രമിച്ചാൽ അവർക്ക് വേണ്ട സുരക്ഷയൊരുക്കുമെന്ന് സർക്കാർ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ടാണ് താൻ യാത്രയ്ക്കൊരുങ്ങിയത്. അതുകൊണ്ട് തന്നെ തനിക്ക് സുരക്ഷയൊരുക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണെന്നാണ് അവർ പറഞ്ഞത്. സർക്കാർ ഒപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്നു. പെണ്ണ് മല കയറാൻ മാലയിട്ടതിന്റെ പേരിലാണ് തനിക്കെതിരെ പ്രതിഷേധം. ഒരു കാരണവശാലും മല ചവിട്ടേക്കില്ലെന്നാണ് ഭീഷണിപ്പെടുത്തിയത്. അതേസമയം താൻ ഒറ്റയ്ക്കല്ല ശബരിമലയിൽ പോകാൻ തീരുമാനിച്ചതെന്നും തനിക്കൊപ്പം 4ഓളം യുവതികളുണ്ടെന്നും രേഷ്മ അന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ അവരുടെ പേരുകൾ ഇപ്പോൾ പറയുന്നില്ല എന്നായിരുന്നു രേഷ്മ വ്യക്തമാക്കിയത്. അതേസമയം ഇന്ന് 4 യുവതികളാണ് ശബരിമലയിൽ എത്തിയിരിക്കുന്നത് എന്നും വ്യക്തമാണ്. ഷാലിമ എന്നൊരു യുവതി കൂടി രേഷ്മയുടെ കൂടെയുണ്ട്. 2 യുവതികൾ എവിടെ പോയി എന്ന് ഇപ്പോൾ അറിയില്ല. പോലീസിനെ അറിയിച്ചിട്ടാണ് ഇവർ എത്തിയിരിക്കുന്നത്. സുരക്ഷ നൽകുമെന്ന് പോലീസ് ഉറപ്പു നൽകി എന്നാണ് ഇവർ പറയുന്നത്. നീലിമലയിലാണ് ഇപ്പോൾ യുവതികൾ മഫ്തി പോലീസിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ പോലീസിനെ ഇപ്പോൾ സ്ഥലത്ത് വിന്യസിച്ചിരിക്കുകയാണ്. എന്തായാലും 4 യുവതികൾ തന്നെയാണ് ഇന്ന് മല കയറാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇതിൽ 2 പേർ ഇപ്പോൾ പോലീസ് സംരക്ഷണയിൽ നീലിമലയിൽ തന്നെയുണ്ട്. രേഷ്മ നിശാന്തും ഷാലിമ എന്ന ഒരു യുവതി കൂടിയാണ് ഇപ്പോൾ നീലിമലയിൽ ഉള്ളത്. ഇതിൽ 2 യുവതികൾ എങ്ങോട്ട് പോയി, അവർ കൂടുതൽ സുരക്ഷയോടുകൂടി സന്നിധാനത്ത് എത്തിയോ എന്ന വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ അതിൻ്റെ റിപ്പോർട്ടുകളുമായി ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ്.